നിന്തിരുവടി ഇപ്പോൾ ഈ കണ്ട ലോകത്തെയും സന്തതം കിങ്കരന്മാരായുള്ള ഞങ്ങളെയും ലോകപാലക പരിപാലിച്ചു കൊള്ളേണമേ. ശോകനാശന ദേവ ദേവേശദയാനിതേ ബ്രഹ്മാദിദേവകളാൽ സ്തുതനായി പരബ്രഹ്മമാം ഭഗവാനും ഏറ്റവും സന്തുഷ്ടനായി മന്ദഹാസവും പൂണ്ട് നാൻമുഖാദികളോട് ഭന്നകശായി പരൻ പുരുഷനരുൾ ചെയ്തു, നിങ്ങൾക്കു വേണ്ടും കാര്യമൊക്കെയും ചെയ്തു ഞാനും ഇന്നിപ്പോൾ യദുക്കൾക്ക് വീര്യശൗര്യാദിമതം വന്നു വർദ്ധിച്ചു കൂടിയിടുന്നതും ഓർത്തു കണ്ടാൽ ഇന്നിപ്പോൾ ഭൂഭാരമായി വന്നിതു യദുക്കളും വിപ്രശാപത്തെ കൊണ്ടു തങ്ങളിൽ സ്പർദ്ധിപ്പിച്ചു. ക്ഷിപ്രം ഞാൻ യദുക്കളെ നശിപ്പിച്ചനന്തരം ദ്വാരകാപുരത്തെയും അമ്പുതി തന്നിൽ മുക്കി പാരാതെ വേണ്ടും കാര്യം ചെയ്യുവനും നിങ്ങനെ ഉത്തമ പുരുഷന്റെ അരുളപ്പാടു കേട്ടിട്ടുത്തമന്മാരാം ബ്രഹ്മാദികളും കൃഷ്ണൻ തന്നെ ചിത്തമോദേന നമസ്കരിച്ചു വാഴ്ത്തിക്കൊണ്ട് സത്വരം അവരവർ നിലയം പൊക്കിയിടിനാൻ. അന്നേരം വ്യോംനി നിന്നു കൊള്ളിമീൻ വീണും മറ്റും നന്മയല്ലാതെ നിമിത്തങ്ങളെ കണ്ടു കൃഷ്ണൻ ജ്യേഷ്ഠനും യദുശ്രേഷ്ഠന്മാർക്കും അതറിയിച്ചു. വിഷ്ണവാദിവനതിൻ ശാന്തിയും ചൊന്നാൻ യുദ്ധം മന്നവാ കേട്ടുകൊള്ളുക കേവലനതു നേരം തന്നുടെ ദ്വാരാപതി വാസികളായുള്ളോരു വന്ദിതന്മാരാം വൃദ്ധാമാത്യാദി ജനത്തോടും വന്ദനീയനാം കൃഷ്ണൻ ചിത്തത്തിലോർത്തു ചൊമ്മാൻ. ബ്രാഹ്മണരുടെ ശാപം നമ്മുടെ കുലത്തിനെ നന്മയല്ലതു നാശകാരണമായി ഭവിച്ചായതു മൂലം തന്നെ ഇക്കണ്ട ദുർനിമിത്തമാകവേ കാണുന്നതും ഈ വകയെല്ലാം ഓർത്താൽ തദ്ദോഷശാന്തിക്കായിക്കൊണ്ടു നാം എല്ലാവരും സത്വരം പ്രഭാസതീർത്ഥ സ്നാനം ചെയ്തിടണം. പണ്ടും ഈ പ്രഭാസതീർത്ഥ സ്നാനം കൊണ്ടു പലരിണ്ട തീർന്നിരിക്കും നിതായത് കേട്ടുകൊള്ളുവിൻ. ദക്ഷശാപത്താൽ ശശിതാനിതം തീർത്ഥസ്നാനാദക്ഷനായി തൻ്റകല ശുദ്ധമായി പ്രകാശിച്ചുങ്ങനെ മറ്റും ചില കൽമഷം പോക്കിയിടിനാൻ. വന്ദിത തീർത്ഥസ്നാനാലെന്നതുകൊണ്ടിന്നു നാം സ്വൽപ്പൊങ്ങും പ്രഭാസതീർത്ഥ സ്നാനം കഴിച്ചുടൻ വിപ്രദാനങ്ങൾ പിതൃദേവ പൂജകളെയും ചെയ്ത് കൽമഷമായ വാരിധി തന്നെ ദാനമാതി സൽക്കർമ്മമായ കപ്പലാൽ കടക്കണം. ആപദംബുതി കടന്നീരണം അതിന്നിപ്പോൾ യാദവന്മാരെല്ലാരും പുറപ്പെട്ടിട വേണം. ഇങ്ങനെ ഭഗവാൻ തന്നരുളപ്പാടു കേട്ടു മംഗളന്മാരാം
യദുവീരന്മാർ പുറപ്പെട്ട് സന്തനങ്ങളും ഒരുമിപ്പിച്ചു നിൽക്കും നേരം വന്നു കൃഷ്ണനെ വന്ദിച്ച് ഉദ്ധവർ പറഞ്ഞിതു